എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും അതിലൊക്കെ കാരണങ്ങൾ കണ്ടെത്തി ഈ ദീനീ ദഅവത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ നാട്ടിലുള്ള പലരും, മുസ്ലിം സമൂഹത്തിലുള്ള പലരും. അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്, അവിടെ പറയാൻ പറ്റൂല, ഇവിടെ പറയാൻ പറ്റൂല. സുഹൃത്തുക്കളെ, ഇതിനേക്കാൾ മോശമായ സാമൂഹ്യ ചുറ്റുപാടിലാണ് ഇസ്ലാം അതിന്റെ വേരുകൾ നിലത്തേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി അതിന്റെ മരവും അതിന്റെ ശാഖകളും അതിന്റെ ചില്ലകളും പടർന്നു പന്തലിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അനുകൂലമായ ഒരു സാഹചര്യം ഒരിക്കലും ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാം മതത്തിന്റെ പ്രബോധന മേഖലയിൽ കടന്നുപോയിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാം അനുകൂലമായിട്ട്, എന്നെ ആരും ചീത്ത പറയാതെ, എന്നെ ആരും ദ്രോഹിക്കാതെ, എന്നെ ഒരാളും കല്ലെറിയാതെ, എന്നെ ഒരാളും സമൂഹത്തിൽ ഒറ്റപ്പെടുത്താതെ എനിക്ക് ദീനീ ദഅവത്ത് നടത്താൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ, സഹോദരങ്ങളെ, അങ്ങനെ ഒരു സാഹചര്യം ചരിത്രത്തിൽ നിങ്ങൾ കടന്നു വരുമെന്ന് വിചാരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂറു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ്. അതെ, ഖിയാമത്ത് നാൾ വരെ ഒരു ചെറു സംഘം ഈ ആദർശവുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതില് നമ്മളുണ്ടോ എന്നതേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. നമുക്കിതിന് തയ്യാറില്ലെങ്കിൽ, ഈ വഹിക്കുവാനും ഈ ആദർശവാഹക സംഘത്തിന്റെ കൂടെ സഞ്ചരിക്കാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തെ മാറ്റി മറ്റൊരു സമൂഹത്തെ അല്ലാഹു പകരം കൊണ്ടുവരും. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം. നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ട നമ്മുടെ തലയിലാണ് ഈ ദീനൊക്കെ. അല്ല, നമുക്ക് ഈ ആദർശം പ്രബോധനം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സമൂഹത്തെ പകരം കൊണ്ടുവരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ബാധ്യത നിർവഹണം നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്ന് മരിക്കുന്നതിന്റെ മുമ്പ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. ആളുകൾക്ക് മുന്നിൽ ഈ നന്മ അതിന്റെ പ്രചാരകരായി മാറാൻ നമുക്ക് സാധിക്കണം. ഏതാണ് ഈ നന്മ? ലോകത്ത് ഏറ്റവും വലിയ നന്മ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ ആദർശം അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ആര് സ്വീകരിച്ചു, ആര് സ്വീകരിച്ചില്ല, അത് പരിശോധിക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കും പടച്ച റബ്ബ് നൽകിയിട്ടില്ല. ചില പ്രവാചകന്മാർ 950 കൊല്ലം, ഒന്നും രണ്ടുമല്ല, 950 കൊല്ലം ഇടതടവില്ലാതെ രാവും പകലും ഭേദമില്ലാതെ പ്രബോധനം നടത്തിയിട്ട് അദ്ദേഹത്തിന് ലഭിച്ചത് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ്. നമ്മുടെ കൈവിരലുകളിൽ എണ്ണാവുന്ന അത്രയും ആളുകൾ മാത്രമാണ്.